നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അമ്മ വീട്ടിലെത്തിയില്ലെന്നോ? അതെ, നേരം വൈകിയല്ലോ. ചേച്ചി അടുത്ത വീട്ടിലൊക്കെ തിരക്കിയോ? എല്ലായിടത്തും തിരക്കി കുഞ്ഞെ, അവിടെ ഒന്നും ചെന്നിട്ടില്ല. ഞാനൊന്ന് അത്യാവശ്യമായി കൊച്ചി വരെ പോവാ. രാത്രി അവൻ തിരിച്ചു വരാൻ. വിളിച്ചത് വളരെ പ്രധാനപ്പെട്ടതും അത്യാവശ്യവുമായ ഒരു കാര്യം പറയാനാ. എടാ, ആ ജയറാമിനെ കൊടുക്കാനുള്ള എല്ലാ വഴികളും ഇപ്പൊ നമുക്ക് അനുകൂലമായി വന്നിരിക്കുക. ഇക്കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ. അതെ, ചെമ്പകമംഗലത്തെ ആ വേലക്കാരി മായമ്മയും ജയറാമനും തമ്മിലുള്ള ബന്ധം ഇപ്പൊ പരസ്യമായ ഒരു രഹസ്യ. അതുകൊണ്ട് മായമ്മ അങ്ങ് തട്ടണം. നിന്റെ നേതൃത്വത്തിൽ ആ കൊലപാതകം നടക്കണം. ഒരു ഈച്ച പോലും അറിയരുത് നമ്മളാണിതിന്റെ പിന്നിലെന്ന്. മായമ്മയെ കൊന്നതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആരെയായിരിക്കും? ജയരാമനായിരിക്കും മായമ്മയുടെ കൊലപാതകി. എത്രയും പെട്ടെന്ന് കൊലപാതകം നടക്കണം. കുളം കലങ്ങിക്കിടക്കുമ്പോ മീൻ പിടിക്കണം. വളരെ ബുദ്ധിപൂർവം നീ പ്ലാനുകൾ ആസൂത്രണം ചെയ്യുക. ശരി ഇന്ദ്രജി. ഒരു 10 ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ വരും. കണക്കുകൾ നമുക്ക് പിന്നെ പറയാം. ശരി ഇന്ദ്രജി. 10 ലക്ഷം. വൈശാഖി, കാലക്കേടിന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? കണ്ടുപിടിച്ച എന്നെ എല്ലാരും കൂടി എടുത്തിട്ട് പൊരിക്കും. എന്തായാലും ആരും എവിടെയെങ്കിലുമില്ല. ഇത് തന്നെയാ വല്യമാവന്റെ വാച്ച്. ഇതെടുത്ത് കൊടുക്കാനാ വൈശാഖ പറഞ്ഞത്. ചതിച്ചു. അവളുടെ വായി തന്നെ വന്ന് വീണു. എന്താടി നീ എന്റെ അച്ഛന്റെ മുറിയില്? എന്റെ അച്ഛന്റെ മുറിയിൽ നിനക്ക് എന്താ കാര്യം? എത്ര നേരം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നേ. ഓഹോ, അതാണോ? എന്നാ നീ ഒരു കാര്യം ചെയ്. ആ റോഡിലിറങ്ങി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും കുറെ അങ്ങ് ഓട്. അല്ലെങ്കിലേ ആ മതിലേ കയറി അപ്പുറത്തേക്ക് ചാട്. മതില ചാട്ടത്തിൽ നീ എക്സ്പേർട്ട് ആണല്ലോ. എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ നീ സമ്മതിക്കില്ലല്ലോ. അമ്പടാ, തൊഴിലോ? എന്നാ നീ ഒരു കാര്യം ചെയ്, തൊഴിലുറപ്പിന് പോ. പണി ചെയ്താലേ കാശും കിട്ടും. ഇങ്ങനെ ഓസി ജീവിക്കണ്ടല്ലോ. ഞാൻ വെറുതെ ഇരുന്ന് ബോർ അടിച്ചപ്പോ തോന്നി ഈ വീടും പുരയുടെ ഒക്കെ നടിച്ചു തൂക്കാന്ന്. വീടും പുരയിടവും ക്ലീനിങ്ങോ? അതും നീ? സൂര്യൻ പടിഞ്ഞാറുദിച്ചെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷെ ഇത് ഞാൻ വിശ്വസിക്കൂല. സത്യം പറയടി, നീ എന്തിനാ ഈ മുറി കയറിയത്? എന്ത് മീൻ? സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ നിന്റെ മീനാക്ഷി അല്ല. എന്നാ ആരുടെയെങ്കിലും മീനാക്ഷി. ഞാൻ ഇന്ന് മുതൽ ചില കുടുംബ ജോലികളൊക്കെ ചെയ്യാൻ പോവാ. നീ ഇവിടെ ഒരു ജോലിയും ചെയ്യണ്ട. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാ മതി. ശരി. അങ്ങനെ അങ്ങ് പോവാതെ. നീ കുറുവാ സംഘത്തിന്റെ നേതാവാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ എന്തിനീ മുറി കയറിന്ന് പറയാതെ നിന്നെ ഞാൻ വിടില്ല.
മീനാക്ഷി, എന്റെ ഹനുമാൻ സ്വാമിയാണ് സത്യം. നിന്റെ ഹനുമാൻ സ്വാമിയോ? അങ്ങേരെ നീ കയ്യിലെടുത്തോ? എന്റെ ദൈവമേ! ചങ്കെടുത്ത് കാണിച്ചാലും അത് ചെമ്പരത്തി പൂവാണെന്ന് പറയുന്ന മനുഷ്യര്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു തൂക്കാൻ ഇറങ്ങിയതാ. ഇനി അതും ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കില്ലല്ലോ. ദേ ദേ കിടക്കുന്നു നിന്റെ ചൂല്. എന്തോ ഒരു കള്ളത്തരം ഇവള് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? മോളെ, അമ്മുവല്ലേ? മായമ്മ ചേച്ചിയുടെ മോള്. മോളെ, മോളുടെ അമ്മയൊരു ട്രസ്റ്റില് മോൾക്കുള്ള സ്കോളർഷിപ്പ് വാങ്ങാൻ നിൽക്കുക. മോളെ അങ്ങോട്ട് വിളിച്ചോണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്കിളിനെ അറിയില്ലല്ലോ. അയ്യോ, കുഴഞ്ഞല്ലോ. അതിനിപ്പോ എന്ത് ചെയ്യും? മോള് ചെന്നാലേ ആ പൈസ അവരമ്മയുടെ കൊടുക്കും. ഇതല്ലേ മായമ്മ, മോളുടെ അമ്മ? അതെ. മോളെയും കാത്ത് അമ്മയോടെ നിൽക്കുക. വാ വാ മോളെ. വാ വാ, കയറിക്കോ. എന്തായി? ആ കാര്യം സക്സസ്. വെരി ഗുഡ്. എന്നാ പിന്നെ ബാക്കിയൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ. അമ്മു ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസിൽ. മോളുടെ കാര്യം ഒന്ന് ചോദിച്ചാലോ? ചേച്ചി, അമ്മു ഇങ്ങോട്ട് ഇങ്ങനെ വന്നായിരുന്നോ? ഇല്ലല്ലോ മോളെ, സ്കൂളിൽ നിന്ന് എത്തിയില്ലേ? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. എത്തേണ്ട സമയം കഴിഞ്ഞു ചേച്ചി. ഞാൻ അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. മോള് പേടിക്കണ്ട, കുഞ്ഞ് കളിക്കാനും മറ്റോ പോയി കാണും. കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ചെന്ന് നോക്ക്. ശരി ചേച്ചി. ചേച്ചി, അമ്മ ഇവിടെ എങ്ങാനും വന്നായിരുന്നോ? ഇല്ലല്ലോ മോളെ, എന്തു പറ്റി? അല്ല, അവള് സ്കൂള് വിട്ട് ഇതുവരെ വന്നില്ല. അയ്യോ, ആ സുമതിയുടെ വീട്ടിലെങ്ങാനും പോയി കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.